വളരെ ഗൗരവത്തിൽ കുട്ടീൻ്റെ ഉമ്മ എടുത്തു പറയേണ്ടതാണ്. അത് സുബൈക്ക് തന്നെ പള്ളിയുടെ മുറ്റത്തേക്ക്, അഥവാ ഈ ഇവിടെ പന്നികളെ ശല്യമുള്ള ഏരിയയാണ്, അവിടെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നൊരു രീതി ഉണ്ടായിരുന്നു. മൂപ്പര് സുബൈക്ക് കൃത്യമായിട്ട് കുട്ടീനായിട്ട് വരും. അത് സ്വന്തം വീട്ടിൽ നിന്ന് കുട്ടി വെല്ലുപ്പാൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ് ജമാഅത്തിന് സുബൈക്ക് പങ്കെടുക്കാൻ. അത് വെല്ലുപ്പ രാവിലെ പള്ളിക്ക് വരും. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മാക്ക് ഒരുക്കി വിടുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും. ഞാനിന്ന് നമ്മുടെ ബഹ്ജത്തുൽ ഇസ്ലാം സുന്നി മദ്രസ, നമ്മുടെ മുണ്ടമ്പറത്തായത്തുമുറി, ഇവിടെയാണ് ഇവരെ വലിയൊരു പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നബിദിന ഘോഷയാത്രയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ഇവർ സ്റ്റേജ് പ്രോഗ്രാമിലാണ്. പക്ഷേ ഇവിടെ നിന്ന് എന്താ സംഭവം വെച്ചാൽ വലിയൊരു സംഭവം. നോക്ക്, എൻ്റെ മുന്നിൽ കണ്ട നല്ല സൈക്കിൾ, 2 സൈക്കിളുണ്ട് ഇവിടെ. 2 സൈക്കിളാണ് ഇവർ കൊടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ മദ്രസയിൽ പിന്നെ സ്റ്റേജ് മേലൊന്നും ഇപ്പം പരിപാടി നടക്കുമ്പോൾ സൈക്കിളൊന്നും ആരും കാണാറില്ല. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്, ഈ ഒരു സൈക്കിൾ കൊടുക്കുന്നതിന് പിന്നിൽ. അപ്പോൾ ഇതിൻ്റെ കമ്മിറ്റിക്കാരല്ലെങ്കിൽ ഇതിൻ്റെ ഉസ്താദുമാരൊക്കെ നമ്മൾ പറയും, ഇത് മറ്റുള്ള ആളുകൾക്ക് കൂടി ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിസ്കാരം അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കഥാതെ നിസ്കരിക്കണമെന്ന്. അപ്പോൾ ഇതെന്ത് സംഭവിച്ചാൽ ഇമാമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് എല്ലാ ഭക്തരും നിസ്കരിച്ച 2 കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണം. അപ്പോൾ ഈ ഒരു നാട്ടുകാർ ഒരു പുതിയൊരു ഐഡിയ കണ്ടെത്തിയാണ്. കാരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ ദീനി രംഗത്തേക്ക് കൊണ്ടുവരിക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു വെറൈറ്റി പരിപാടിയാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സംഘാടകരോടും ഇതിൻ്റെ ഉസ്താദുമാർ നമ്മളെ ബാക്കിലുണ്ട്, അവരോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവരൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശം ഇതെങ്ങനെയൊക്കെ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊരു കുറേ കുട്ടികൾ വേണമെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ 2 പേർക്ക് അത് കിട്ടിയത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ പേരെന്താ? അബ്ദുറഹ്മാൻ. എവിടെ വീട്? തന്നെ. അപ്പം ഞാൻ എന്താ സംഭവിച്ചാൽ നമ്മൾ ഈ പരിപാടി വളരെ ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പ്രോഗ്രാമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഒരു സൈക്കിൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം എന്താണ്? അത് നമ്മൾ മദ്രസ ആരംഭിച്ചപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് മൂപ്പര് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു സമ്മാനം ഉണ്ടാവും എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഉസ്താദ് അതിന് പിന്നില്ലേ? ഉസ്താദിന്റെ ഒരു ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കണം ഉസ്താദിനെ, ഒരു നിറ പുഞ്ചിരി, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉസ്താദിലെ. ഉസ്താദിന്റെ പേരെന്താ? എൻ്റെ പേര് മുസ്തഫ. ഉസ്താദിനെ പരിചയപ്പെടുന്നുണ്ട്. മുസ്തഫ കാമിൽ. ഇവിടെ വീട് എവിടെ? ഞാൻ കൊടുങ്ങല്ലൂർ അല്ല? അത് ശരി, നമ്മളെ ജില്ല അല്ല അല്ലേ? അതന്നെ കാരണം പ്രത്യേക താല്പര്യമൊക്കെ. നിങ്ങളൊരു ഐഡിയ ആണത്? ഇതിന്റെ ഒരു മുന്നിലൊരു പ്രവർത്തനം ഉണ്ടാവുമല്ലോ, ഇതിനൊരു ഫസ്റ്റ് ഒരു ഐഡിയ ഉദിക്കണമല്ലോ. അതെ, ഞങ്ങൾ 3 പേരുടെ ഐഡിയ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഞങ്ങൾ മദ്രസ തുറന്നപ്പോൾ കുട്ടികളെ പള്ളിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ജമാഅത്തിന് പങ്കെടുത്താൽ സൈക്കിള് സമ്മാനം തരും. ആദ്യം ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആവേശം കൊണ്ട് ആദ്യം 3-4 കുട്ടികളൊക്കെ അതിന് മുന്നോട്ട് വന്നു. പക്ഷേ അത് നിലനിർത്തിയത് 2 ആളുകളാണ്. അവർ കൃത്യമായി മറ്റുള്ള കുട്ടികൾ അതെ അവർ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ അവർ ബേക്കോട്ട് നിൽക്കൽ തുടങ്ങി. ഇവരത് ഫോളോ അപ്പ് ചെയ്തു. എല്ലാ വക്തിനും മുന്നോട്ട് വരാൻ തുടങ്ങി. സുബൈക്ക് എനിക്കൊരു സംശയം, എങ്ങനെയാണ് ഇപ്പോൾ ഇവർ വ്യക്തി നമ്മൾ അറിയപ്പെടുക? ജമാഅത്തിനെ കറക്റ്റ് എത്തിയിട്ടുണ്ടെന്ന് അവർക്ക് ഞാൻ നിശ്ചിതമായി ഹാജർ ബുക്കിൽ രേഖപ്പെടുത്തുന്ന രൂപത്തിൽ അവർ വന്ന് ഒപ്പിട്ടിട്ടാണ് നിസ്കരിച്ചു പോവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഹാജർ ഇപ്പം ഇവിടെ വായിച്ചു. ഫസ്റ്റത്തെ ഹാജർ 519 ജമാഅത്തിന് പങ്കെടുത്ത വിദ്യാർത്ഥി മുഹമ്മദ് റസൽ, 423 ഹാജറോടുകൂടെ ജമാഅത്തിന് പങ്കെടുത്ത ഷാദുലി യൂസുഫ്. ഇവർ 2 പേരും ഇത് 2 പേരും കട്ടക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരാളും അങ്ങോട്ടും കൊണ്ട് കുറഞ്ഞിട്ടില്ല. ചെറിയ എന്ത് അസുഖമായിട്ടോ അങ്ങനെ എന്തോ ഒരു ലീവ് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ കൃത്യമായിട്ട് അവർ വരാൻ നോക്കിയിട്ടുണ്ട്. സ്കൂളുള്ള ദിവസങ്ങളിൽ ദുഹർ അസറും അവർ സ്കൂളിലായിരിക്കും, സ്കൂൾ വിട്ട് വരണം. ബാക്കിയുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് ഇത് അല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ 3 പേരും ഇപ്പോൾ മദ്രസയിൽ ജോലി ചെയ്യണല്ലേ? ഉസ്താദ് നമ്മളെ നാട്ടുകാരനാണ്. ഉസ്താദ് അസ്സലാമു പേരെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക്? അലവിക്കുട്ടിയിലെ സഖാഫി. എന്തൊക്കെയുണ്ട് നമ്മളെ പരിപാടി? ഉഷാറായോ? വളരെ ഉഷാറാണ്. എങ്ങനെയാ നമ്മളെ സൈക്കിൾ എങ്ങനെയുണ്ട്? വളരെ ഇനിയും അടുത്ത വർഷം ഈ ഒരു പരിപാടിന്റെ ഹൈലൈറ്റ് സൈക്കിൾ തന്നെയാണ്. അതെ അല്ലേ? ഇനി കുട്ടിക്ക് ഇനിയും ആവേശം കൂടുതൽ ഉൾക്കൊണ്ടിട്ടേ ഇനിയും കുട്ടികൾ പള്ളിയേക്ക് വരാൻ എനിക്ക് ആവേശമാണുള്ളത്. പ്രത്യേകം എടുത്ത് പറയേണ്ടത്
നമ്മുടെ കമ്മിറ്റിയാണ്. കമ്മിറ്റിക്കാർ, അതെ അതെ. ഞാൻ ഇവിടെ ജോലി വെക്കുമ്പോൾ അവർ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നത് നമ്മളെ കുട്ടികളെ പള്ളിയിലേക്ക് ജമാഅത്തിന് അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവർ മുന്നോട്ട് വെച്ചപ്പോഴാണ് ഞാനത് കുട്ടികളായിട്ട് പങ്കുവെച്ച് കുട്ടികളെ ഈ പള്ളിയിലേക്ക് അടുപ്പിക്കാൻ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ ഇതിലാരൊക്കെ പങ്കെടുക്കും, ഇതിലാരൊക്കെ വിജയികളാകും എന്ന ഒരു ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ്. അത് അൽഹംദുലില്ലാ 2 കുട്ടികൾ അതിന് വിജയിച്ചു. 2 ആളെ നമുക്ക് നമ്മളെ മദ്രസയിൽ നിന്നും ഈ ഒരു ജമാഅത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നല്ലൊരു കൂലിയാണല്ലോ അല്ലേ? അതെ, ഇവര് ഇതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതിനിവരെ രക്ഷിതാക്കളും വളരെ സപ്പോർട്ട്. ബഹുമാനപ്പെട്ട യൂസഫ് ഹാജി നമ്മളെ ഈ മഹല്ലിലെ ഒരു പ്രായം ചെന്ന ഒരു രക്ഷിതാവാണ്. മൂപ്പര് സുബൈക്ക് കൃത്യമായിട്ട് കുട്ടിനായിട്ട് വരും. അത് സ്വന്തം വീട്ടിൽ നിന്ന് കുട്ടി വെല്ലുപ്പാൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണ് ജമാഅത്തിന് സുബൈക്ക് പങ്കെടുക്കാൻ. അത് വെല്ലുപ്പ രാവിലെ പള്ളിക്ക് വരും. അപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മാക്ക് ഒരുക്കി വിടുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. ഞാൻ എന്നും ഈ വെല്ലുപ്പ വരുമ്പോ ബാക്കിലൊരു കുട്ടിനെ കാണലുണ്ട്. ശരി അല്ലേ? സത്യല്ലേ? അല്ലേ? അതന്നെയാണ് സംഭവം അല്ലേ? ഇവരെ നമ്മളെ സൈക്കിൾ കിട്ടിയ കുട്ടികളാട്ടോ. അവർ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയുണ്ട് നമ്മളെ ഒരു പ്രോത്സാഹനമായിട്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ പോലും നമുക്ക് ആവേശം വരും. അപ്പൊ നമുക്ക് കൊണ്ടുവരാൻ താല്പര്യം അങ്ങനെ സ്ഥിരമായിട്ട്. അപ്പൊ സുബൈക്ക് എങ്ങനെ 4 മണിക്ക് എണീക്കും. ഈ സൈക്കിൾ വിചാരിച്ചിട്ടാ? അത് സൈക്കിളല്ല, ഓനിപ്പോ അങ്ങനെ ശീലിപ്പായി. അപ്പൊ എന്തായാലും നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനം. കാരണം വെച്ചാല് കുട്ടികളെ പള്ളിയിലേക്ക് ആകർഷിക്കാൻ ഒരു സൈക്കിളൊക്കെ ഓഫർ ചെയ്യുക. എന്നാൽ എന്താ പറയുക, കുട്ടികൾ കൂടുതൽ ജമാഅത്തിന് പങ്കെടുക്കും. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു മാതൃകയാവും. അപ്പോൾ എന്തായാലും ഈ ഉസ്താദുമാരൊക്കെ നല്ല അടിപൊളിയാട്ടോ. ഉസ്താദ് കൊടുങ്ങല്ലൂർക്കാരനാണ്, നമ്മളെ ജില്ലയിൽ വന്നിട്ടാണ് ഈ പുതിയ ട്രിക്കൊക്കെ ഉസ്താദ് നടത്തുന്നത്. എന്തായാലും മാഷാ അല്ലാഹ് വളരെ സന്തോഷം നമുക്ക്. ഇതൊക്കെ മറ്റുള്ള മദ്രസകൾക്കും മറ്റുള്ള പള്ളികൾക്കും മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാവട്ടെ. 2 സൈക്കിൾ കിട്ടിയ 2 പേർക്കാണ് കിട്ടിയത്. രണ്ടും ഒരേ സൈക്കിൾ കേട്ടോ, മാറ്റങ്ങളൊന്നുമില്ല. ഒരേ വിലൻ്റെ സൈക്കിൾ, നല്ല സൈക്കിളാണ്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഒന്ന് വളരെ സന്തോഷമായിരിക്കും. ആ 2 കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോനെ വാ, ഇങ്ങോട്ട് വാ. മോനെ പേരെന്താ? എങ്ങനെ? ഷാദുലി യൂസുഫ്. ഈ എവിടെ പഠിക്കണേ? മുണ്ടമ്പ്ര മദ്രസയിലാണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3. എത്ര ജമാഅത്തിന് പങ്കെടുത്തിനെ അറിയോ? ഫുള്ളായിട്ട് വന്നിട്ടുണ്ടോ? ഉസ്താദ് പറഞ്ഞ പോലെ 423 ജമാഅത്തിന് മുടങ്ങാതെ പങ്കെടുത്ത നമ്മുടെ മോനാത് കേട്ടോ. അപ്പോൾ ഒരു സൈക്കിൾ മോനില്ലാണ്. സന്തോഷമായോ? അപ്പോൾ നമുക്ക് അടുത്ത സൈക്കിൾ കിട്ടിയ ആളെ പരിചയപ്പെടാം. ബാബാ, അസ്സലാമു അലൈക്കും. സലാം. ഒന്ന് ഉറക്കെ പറഞ്ഞൂടെ? സൈക്കിൾ കിട്ടിയല്ലേ? വലൈക്കും സലാം. സന്തോഷല്ലേ? പരിപാടിയിലൊക്കെ പങ്കെടുത്തണോ ഇവിടുന്ന് മദ്രസന്ന്? അത് നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ? പാട്ടിനും പരിപാടിയൊക്കെ പങ്കെടുത്തണോ? അല്ലേ? എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 5. ഇനിയിപ്പോൾ പള്ളിക്ക് ജമാഅത്തിന് സൈക്കിൾമേ വരാം അല്ലേ? അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിങ്ങനെ അതിൻ്റെ ക്ഷീണത്ത് നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്മിറ്റിക്കാരും ഈ ഒരു പ്രദേശവാസികളും ഈ നാട്ടുകാരും ഒക്കെ ചെയ്തത് നല്ലൊരു കാരുണ്യ പ്രവൃത്തിയാണ്. കാരണം വെച്ചാൽ മുടങ്ങാതെ ജമാഅത്തിന് പങ്കെടുക്കുക. ജമാഅത്തിന് പങ്കെടുത്തിട്ട് അതിന് ഒരു സൈക്കിളൊക്കെ അവർക്ക് ഓഫർ ചെയ്ത് കുട്ടികളെ കൂടുതൽ പള്ളിയിലേക്ക് ആകർഷിക്കുക. അപ്പോൾ എന്തായാലും ഉസ്താദേ, അപ്പോൾ നമ്മളെ വേറെ ഉസ്താദിന് പറയണ്ടോ കൂടുതൽ? സന്തോഷം. ഇതിന് ഈ നാട്ടുകാർ ഇതിന് സപ്പോർട്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച വരെ ആശങ്കയിലായിരുന്നു, ഇത് പ്രാവർത്തികമാകുമെന്നുള്ളത്. കിട്ടുമെന്നുള്ളത് നമുക്ക് വാങ്ങാനുള്ള തുക കിട്ടണമല്ലോ. ഇതിൽ ഞാൻ ഉസ്താദന്മാരോട് പറഞ്ഞിരുന്നു, കുട്ടികളോട് നമ്മൾ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ തരാമെന്ന്. പക്ഷെ അവസാന ഘട്ടം ബുധനാഴ്ച വരെ നമ്മൾ വാക്ക് പാലിക്കും. അതെ. പക്ഷെ നമ്മുടെ നാട്ടുകാരുടെ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ഇട്ടതിൻ്റെ പിറ്റത്തെ ദിവസം രാവിലെ നേരം വെളുത്തപ്പോഴേക്കും അത് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അൽഹംദുലില്ലാ, സന്തോഷമായി. അപ്പോൾ നമുക്ക് പ്രവാസികളായ ആളുകളുണ്ട്, നാട്ടിലുള്ള ആളുകളുണ്ട്, പല ഉദ്ദേശങ്ങളും വെച്ച് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തിൻ്റെ ഒരു പിൻബലത്തിലാണ് ഇവിടെ
സൈക്കിളിലെ സൈക്കിളിലൂടെ പ്രാവർത്തികമായത്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതന്നെ സംഭവം. കാരണം വെച്ചാൽ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനം ഉസ്താദ് പറഞ്ഞു. ഈ 3 ഉസ്താദന്മാർ കൂടിയിട്ട് ഇവർ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായി സൈക്കിളൊക്കെ വന്നിട്ടോ. ഉസ്താദ് നേരത്തെ പറഞ്ഞു വലിയ ഭയത്തിലായിരുന്നു ഞാൻ സൈക്കിൾ കിട്ടുമല്ലേ എന്നില്ലേ. ഏതായാലും ഈ നാട്ടുകാർ ഈ സൈക്കിൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ 2 കുട്ടികൾക്ക് ഈ സൈക്കിൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താ ഉസ്താദേ, മാഷാല്ലാ സന്തോഷമായിട്ട് നല്ലൊരു പരിപാടിയാണ്. ഇൻഷാല്ലാ ഭാവിയിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉസ്താദിന് തൗഫീഖ് നൽകട്ടെ. ഉസ്താദന്മാർക്ക് എല്ലാവർക്കും നല്ല ഓരോ കുട്ടികളെ നമ്മൾ ദീനിലേക്ക് ആകർഷിക്കുക, ദീനീബോധം വളർത്തുക, അവരെ കഴിവുകൾ കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും വളരെ ഉസ്താദ് എത്ര വർഷം ഇവിടെ ജോലിയാണ്? ഞാൻ ഈ വർഷം ഫസ്റ്റ് ആയിട്ട് വന്നാണോ? അല്ലേ, സന്തോഷമായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും രണ്ടാമത് കിട്ടിയ സൈക്കിൾ കിട്ടിയ കുട്ടീൻ്റെ ഉപ്പാണിത്. സന്തോഷമായോ? മോന് സൈക്കിൾ കിട്ടിയപ്പോൾ എന്നും എങ്ങനെ ജമാഅത്തിന് കൊണ്ടുവരലാണോ? കൊണ്ടുവരല്ലെങ്കിൽ സ്വന്തം യൂസഫാക്കപ്പം കൊണ്ടുവരുന്നുണ്ടല്ലോ. ഓരോപ്പൊക്കെ പോരും. ചിലപ്പോൾ എനിക്ക് വരാൻ കഴിയും, അല്ലാതെ ഡ്യൂട്ടി ഉള്ള സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല. ഉമ്മാൻ്റെ ഒരു കഴിവാണ് പ്രത്യേകം ഇതിലേറെ മുന്നിലുള്ളത്. അങ്ങനെ വിഷയമുണ്ട്. നല്ലൊരു പ്രയത്നമാണ് ഇതിന്റെ മുന്നിൽ ബാക്കിൽ കളിക്കുന്നത്. സന്തോഷമാണ്. അപ്പോൾ അല്ലേ, വളരെ സന്തോഷം. സുബൈക്ക് ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നത് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഉമ്മ അപ്പം അത്രയും വളരെ ഗൗരവത്തിൽ കുട്ടീൻ്റെ ഉമ്മ എടുത്തു പറയേണ്ടതാണ്. അത് സുബൈക്ക് തന്നെ പള്ളിയുടെ മുറ്റത്തേക്ക്, അഥവാ ഈ ഇവിടെ പന്നികളെ ശല്യമുള്ള ഏരിയയാണ്, അവിടെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നൊരു രീതി ഉണ്ടായിരുന്നു. നമ്മൾ അടുത്തത് ഈ കുട്ടികൾക്ക് ഈ സൈക്കിൾ കൊടുക്കാൻ പോലെ അല്ലെ, കൊടുക്കല്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് സന്തോഷത്തോടു കൂടെ ഉസ്താദ് സൈക്കിളൊക്കെ കൈമാറുന്ന വീഡിയോസാ ഫോട്ടോസാ നിങ്ങൾ കാണുന്ന കേട്ടോ. അപ്പോൾ എന്തോ ഒരു മനസ്സിന് ഒരു സന്തോഷമുള്ള കാഴ്ചയാണിതല്ലേ. എന്നും ഈ ഒരു പരിപാടി ഉസ്താദിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പടച്ചോൻ ആഫിയത്തും ദീർഘായുസ്സൊക്കെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ആ കുട്ടികൾ വളരെ ഹാപ്പിയാണ്. ഇനി അവർ എല്ലാ വക്തിലും പള്ളിയിലേക്ക് ഈ സൈക്കിൾ മേലായിരിക്കും യാത്ര ചെയ്യുന്നത്.